നമസ്കാരം. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് പൊന്നാനി നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പി നന്ദകുമാറാണ്. അദ്ദേഹത്തോട് നമുക്ക് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം നന്ദേട്ടാ. ഉറപ്പാണ് LDF, ഉറപ്പാണ് നന്ദേട്ടൻ, അതാണ് ഇന്ന് ഇവിടുത്തെ ക്യാപ്ഷൻ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ വിളിച്ചു തുടങ്ങുകയാണ് നന്ദേട്ടൻ എന്നുള്ളത്. ഓക്കെ. സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ്? പൂർണ്ണമായും ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന തോതിലേക്കുള്ള ജനങ്ങളുടെ സഹകരണവും പങ്കാളിത്തവും ലഭിക്കുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ രണ്ടാം അധികാരത്തിൽ വരണമെന്ന് പൂർണ്ണമായ ആഗ്രഹമാണ് ജനങ്ങൾക്കുള്ളത്. പൊന്നാനിയിലെ ഇടതുപക്ഷ പ്രസ്ഥാനം സ്വാധീനമുള്ള മേഖലയാണ്. ഇത് രണ്ടും കൂടി ഈ സ്വാധീന മേഖലയ്ക്കകത്തുള്ള ഞങ്ങളുടെ പ്രവർത്തനവും അതിനു പുറമെ ഗവൺമെൻറ്റിന് അനുകൂലകരമായ ഒരു സമീപനം ജനങ്ങൾക്കുള്ളതും ഇന്നത്തെ കാലത്ത് ഇടതുപക്ഷമല്ലാണ്ട് മറ്റൊരു ബദലില്ല എന്നൊരു സമീപനത്തിലേക്ക് ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടതുപക്ഷ ഗവൺമെൻറ് 5 വർഷക്കാലത്ത് പ്രവർത്തനം ഇതെല്ലാം വെച്ചുകൊണ്ട് പൂർണ്ണമായ ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങളാകെ തന്നെ എന്നെ ഏറ്റെടുത്ത ഒരനുഭവമാണ് എനിക്കുള്ളത് മണ്ഡലത്തിൽ. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ LDF വരും, എല്ലാം ശരിയാവും. ഇത്തവണ അത് മാറിയിട്ട് ഉറപ്പാണ് LDF എന്നുള്ളതാണ്. അപ്പോൾ എത്രമാത്രം ഇത് പൊന്നാനിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്? അല്ല, പൊന്നാനി കേരളത്തിൻ്റെ ഭാഗമാണല്ലോ. കേരളത്തിലാകെ LDF ശക്തമായ കുതിപ്പിലേക്ക് വരുന്നു ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ജനങ്ങൾ അംഗീകരിക്കുന്നു. ജനങ്ങളുടെ അംഗീകാരമുള്ള ഒരു ഹൃദയപക്ഷം ചേർന്നിട്ടുള്ള ഒരു മുന്നണിയാണ് ഇടതുപക്ഷ മുന്നണി. ആ ഗവൺമെൻറ്റിന് വലിയ പിന്തുണയുണ്ട്. ആ പിന്തുണ പൊന്നാനിയിൽ നന്നായിട്ടുണ്ട്. വികസനത്തിൻ്റെ കുതിപ്പ് നടന്നിട്ടുള്ള മേഖലയാണ് പൊന്നാനി. സമാനതകളില്ലാത്ത വികസനം നടന്ന മേഖലയാണ് പൊന്നാനി. അപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായും ഇടതുപക്ഷത്തിനോടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ നിലവിലുള്ള സ്വാധീനത്തെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ കാലത്ത് 5 വർഷത്തെ പ്രവർത്തനം കൊണ്ട് നമുക്ക് കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട്. അതാ വികസനത്തിൻ്റെ ഈ നടത്തിയിട്ടുള്ള വികസനങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്ന വികസനമാണ്. അതുകൊണ്ട് സ്വാഭാവികം നല്ല മെച്ചപ്പെട്ട രൂപത്തിലേക്കുള്ള അംഗീകാരം ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കിട്ടിയിട്ടുണ്ട്, ഗവൺമെൻറ്റിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ MLA എന്ന നിലയ്ക്കുള്ള ശ്രീരാമകൃഷ്ണൻ്റെ പ്രവർത്തനത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനത്തിന് വളരെ സഹായകരമായിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതിൽ അടികൊള്ളുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു നാളുകളെ ഇപ്പോൾ ഓർത്തെടുക്കുന്നത്? ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനം കോളേജ് കഴിഞ്ഞ് വിട്ടതിന് ശേഷം യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് CPM. അപ്പോൾ അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടത്തിൽ നിന്ന ഞങ്ങളെ പാർട്ടിയുടെ പ്രമുഖന്മാരായ സജീവമായ പ്രവർത്തകന്മാരെ എല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അന്നത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞൊരു ഭീകര അന്തരീക്ഷത്തിൻ്റെ കാലഘട്ടമാണ്. പത്രമായിരുന്നെങ്കിൽ പത്രങ്ങളില്ല. പത്രങ്ങൾക്ക് അച്ചടിച്ചാൽ എഡിറ്റോറിയൽ എഴുതാൻ പാടില്ല. പിന്നെ രാഷ്ട്രീയ കാര്യങ്ങൾ ഒന്നും പറയാൻ പാടില്ല. അപ്പോൾ എന്നെയൊക്കെ അറസ്റ്റ് ചെയ്തത് പുറം ലോകമൊന്നും അറിയില്ല. എൻ്റെ സഖാക്കളും വേണ്ടപ്പെട്ടവരും ഒഴിച്ച് ബാക്കി അറസ്റ്റ് ചെയ്യണമെന്ന് ആരും അറിയില്ല. കാരണം പുറം ലോകമായിട്ട് ബന്ധമില്ല. പത്രത്തിൽ വരാൻ പറ്റില്ല, പ്രകടനം നടത്താൻ പറ്റില്ല, പൊതുയോഗം നടത്താൻ പറ്റില്ല. അപ്പോൾ വളരെ ഒരു ഭീകരമായ അന്തരീക്ഷത്തിൻ്റെ കാലഘട്ടമായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടം. അടിയന്തരാവസ്ഥയ്ക്ക് ഞങ്ങളെ അറസ്റ്റ് ചെയ്തു, ഞങ്ങൾ ജയിലിൽ കൊണ്ടുപോയി. ഞങ്ങൾ 1.5 വർഷക്കാലം ഞാൻ ജയിലിൽ കിടന്നു അടിയന്തരാവസ്ഥയ്ക്ക്. പാർട്ടിയുടെ പ്രമുഖന്മാരായ നേതാക്കന്മാർ പലരും അന്ന് ജയിൽവാസം അനുഭവിച്ചു. ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ നേതാവായി മത്സരിക്കുന്ന പിണറായി വിജയൻ ഞാനും മാത്രമാണ് ഇപ്പോൾ അടിയന്തരാവസ്ഥയിൽ ജയിലിൽ കിടന്നിട്ട് മത്സരരംഗത്തുള്ള ആൾക്കാരുള്ളത്. ഞങ്ങൾ ഒരാൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പൊന്നാനിയിൽ നന്ദേട്ടൻ്റെ സ്ഥാനാർത്ഥിത്വം വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. ചില ഏരിയകളിൽ നിന്ന് വിവാദമായിട്ട് വന്നിട്ടുണ്ട്, അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഇപ്പോൾ എങ്ങനെ നോക്കിക്കാണും? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇപ്പോൾ ഒരു പ്രശ്നമില്ല. വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കുറേ നമുക്ക് മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ രൂപത്തിലേക്ക് ഇത് പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ വന്നു. ചില ആൾക്കാർ ചില വികാരപ്രകടനം ആദ്യം വന്നത് ശരിയാണ്. അത് അവിടുത്തെ സാധ്യമായ അണികളുടെ സാധാരണ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടിട്ട് ഇത് ആദ്യമായിട്ടൊന്നല്ല വന്നിട്ടുള്ളത്. പൊന്നാനിയിലും ഇതിന് മുമ്പ് ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചപ്പോഴും ഇതേപോലത്തെ അഭിപ്രായ പ്രകടനമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരാളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ പാർട്ടിക്കാർ മുഴുവനും അതിൽ നിൽക്കും. പാർട്ടി തീരുമാനം അംഗീകരിക്കും. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മെമ്പർ പോലും പ്രവർത്തന രംഗത്തിൽ ഇറങ്ങാത്തവരിപ്പില്ല. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. പാർട്ടി അങ്ങനെയാണ് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ.
മറ്റേത് അവരുടെ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞതിനപ്പുറം ഇത് ഇവിടെ മാത്രമൊന്നുമല്ല പല മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷെ പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ പോലും ഇല്ല, എല്ലാവരും പൂർണ്ണമായിട്ട് രംഗത്തുണ്ട്. പാർട്ടിയും പാർട്ടി അനുഭാവികളും ഒരു കാലത്തില്ലാത്ത രൂപത്തിലേക്ക് സജീവമായി പാർട്ടിക്ക് രംഗത്തുണ്ട്. ഇത്തരം വിമത ശബ്ദങ്ങളെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്ന് ആത്മവിശ്വാസമുണ്ട്. പാർട്ടിക്ക് മുഴുവൻ അതിജീവിച്ചില്ലേ? പാർട്ടിക്ക് എന്താണ് ആത്മവിശ്വാസത്തിൻ്റെ കുറവ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണിത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയാത്തവരാണ് അതൊക്കെ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് പുതുമുണ്ടോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം? ഞാൻ പറഞ്ഞില്ല, ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചപ്പെടുത്ത് വന്നിരുന്നു ഇവിടെ, അതിനതിജീവില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? വലിയ ഭൂരിപക്ഷം ശ്രീരാമകൃഷ്ണൻ ജയിച്ചില്ലേ? പല മണ്ഡലങ്ങൾക്കകത്തും വന്നിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം പാർട്ടിക്കകത്ത് ഒരപശബ്ദമില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നുണ്ട്. പാർട്ടിക്കാർ മാത്രമല്ല, പാർട്ടിയുടെ അനുഭാവികൾ മാത്രമല്ല, അല്ലാത്തവരും പിന്തുണച്ചുകൊണ്ട് സജീവമായ രംഗത്ത് വന്നിട്ടുണ്ട്. ഇറസ്പെക്റ്റീവ് പൊളിറ്റിക്സ്, രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് എല്ലാ ജനവിഭാഗങ്ങളെയും പിന്തുണ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് രണ്ട് വിധത്തിലാണ്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് വീണ്ടും വരണം നൽകി, പിന്നെ എൻ്റെ വ്യക്തിപരമായ ബന്ധങ്ങളും പിന്നെ മറ്റെല്ലാം ഈ പൊതു സമൂഹത്തിനകത്തുള്ള ഒരു സ്വീകാര്യത എനിക്ക് നല്ലവണ്ണം കിട്ടിയിട്ടുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന വിഷയം തന്നെയായിരുന്നു ശബരിമല എന്നുള്ളത്. ഇത്തവണയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശബരിമലയെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരുപാട് LDF സർക്കാർ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം ആരോപണങ്ങളിൽ പാർട്ടിയുടെ നിലപാട് എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് വ്യക്തമായ നിലപാട് തന്നെ. ഈ ഇതൊക്കെ പറഞ്ഞില്ല, മാധ്യമങ്ങൾക്കകത്ത് ഊതിപ്പൊറിച്ചൊന്നും നാട്ടുകാർ മുമ്പിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അവർക്ക് മറ്റ് ഈ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളോ ഗവൺമെൻറ്റിന് നാട്ടങ്ങളോ പറ്റി ഒന്നും പറയാൻ കഴിയില്ല. ഈ ശബരിമല വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോൾ എന്താ വിഷയം? ഇപ്പോൾ ആരുടെ മുമ്പിലാണ് വിഷയം നിൽക്കുന്നത്? ഗവൺമെൻറ് വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചില്ലേ, സുപ്രീം കോടതി എന്ത് വിധി പറയുന്നു അത് നടപ്പിലാക്കാൻ മുൻപും രീതി കേരള ഗവൺമെൻറ് ഉണ്ടാവും. കോടതിക്ക് മുമ്പ് കിടക്കുന്ന കേസല്ലേ? ഒരാളുടെ വിശ്വാസ പ്രമാണത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വിശ്വാസികളും അവിശ്വാസികളൊക്കെ ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് മഹാഭൂരിപക്ഷം വിശ്വാസികളാണുള്ളത്. ഈ സമൂഹത്തെ പറ്റി നല്ല പഠിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് ഇതൊക്കെ ഇപ്പോൾ ശബരിമല എന്നൊക്കെ പറഞ്ഞ് വെറുതെ കുത്തിപ്പൊക്കി അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമം നടത്തുകയാണ്. ഇപ്പോൾ അങ്ങനത്തെ ഒരു വിവാദം ഇല്ലല്ലോ. ഇപ്പോൾ നിങ്ങളെ വെച്ച് നാട്ടിലുള്ള വിവാദമുണ്ട് ഇവിടെ. നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നു, ഞങ്ങളതിന് മറുപടി പറയുന്നു, മാത്രമേ ഉള്ളൂ. വിവാദം ഉണ്ടാക്കാൻ ആൾക്കാർക്ക് എന്നും വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വിവാദത്തിലൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. അത് ആ തൊഴിലായിട്ട് അവർ നടക്കട്ടെ, ഞങ്ങളുടെ തൊഴിലായിട്ട് ഞങ്ങൾ പോയിക്കൊള്ളാം. നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ വ്യക്തമായിട്ട് അഭിപ്രായമുണ്ട്. അതല്ല ഇവിടുത്തെ വിഷയം. ഇപ്പോൾ ഈ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആർക്കും ചോദ്യമില്ലല്ലോ. അതല്ലേ സമൂഹത്തിലേറ്റവും മനുഷ്യന് ജീവിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടോ? ആരും ചോദിച്ചില്ലല്ലോ. ഇവിടെ മതേതത്വം സംരക്ഷിക്കാൻ, അതായത് ഇപ്പോൾ സെക്യുലർ രാജ്യമല്ലേ ഇന്ത്യ, അതിനെപ്പറ്റി ചോദ്യമില്ലല്ലോ. അതിൽ ഇടതുപക്ഷ നിലപാടെന്താ ആരും ചോദിക്കുന്നുണ്ടോ? ബിഷപ്പിൻ്റെ പ്രശ്നം സംബന്ധിച്ച് ആരും ചോദിക്കുന്നുണ്ടോ? ആരോഗ്യ പ്രശ്നങ്ങൾ ആരും ചോദിക്കുന്നുണ്ടോ? വിവാദങ്ങൾ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അനാവശ്യം സൃഷ്ടിക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. ഞങ്ങൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിക്ക് ഒരു സ്റ്റാൻഡുണ്ട്. പാർട്ടിയുടെ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്, മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്, ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി എന്ത് പറയുന്നു അത് മുൻപന്തിയിൽ നടപ്പാക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ്. അത് തന്നെ വല്ല അപകടകരമായ രൂപത്തിലാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടുത്തെ എല്ലാവരുമായി ചർച്ച ചെയ്തുകൊണ്ട് എല്ലാവരുടെ അഭിപ്രായം കേട്ട മാത്രമാണ് ഞങ്ങൾ തീരുമാനമെടുക്കുക. അതും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പിന്നെയും ഇങ്ങനെ ചോദ്യങ്ങൾ ആവർത്തിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും പറയാനില്ല. നിങ്ങൾ ചോദിച്ചു കൊള്ളുക, ഞങ്ങൾ ഇത്രയും പറയുകയുള്ളൂ. വികസന തുടർച്ച പറഞ്ഞു, ഇപ്പോൾ വികസന തുടർച്ചയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇനി പൊന്നാനി മണ്ഡലത്തിൽ എന്തൊക്കെയായിരിക്കും നന്ദേട്ടൻ ജയിച്ചു വരികയാണെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുക? ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ശ്രീരാമകൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച പലതും വേണ്ടതുണ്ട്. ചില പദ്ധതികൾ പൂർത്തീകരിച്ചു, ചിലത് പൂർത്തീകരിക്കാതെ കിടക്കുന്നുണ്ട്, ചിലത് പുതിയത് ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പൊന്നാനിയുടെ ചരിത്രത്തിൽ ഇത്ര വികസനം നടന്ന കാലഘട്ടത്തിൽ 1760 കോടി രൂപയുടെ വികസനം നടന്ന മണ്ഡലമാണിത്. വലിയ തോതിലെ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് പൊന്നാനിക്കകത്ത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കർമ്മ റോഡ് പോർട്ട് വരെ ആണ്. തീരത്തെ ദൂരെ നിങ്ങളാ നദി കടലിൽ സംഗമിക്കുന്ന പ്രദേശമാണല്ലോ. പിന്നെ നിങ്ങളാ നദിയുടെ തീരത്ത് കൂടി പോർട്ട് വരെയുള്ള ആ കർമ്മ റോഡിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞാൽ, അവിടെ കർമ്മ റോഡിൻ്റെ പൂർത്തീകരണം റോഡുണ്ടാക്കലല്ല പൂർത്തീകരണം, അവിടെ ലാൻഡ്സ്കേപ്പ് ഉണ്ട്, അതിമനോഹരമായിട്ടുള്ള ഈ ലൈറ്റിംഗ് സൗകര്യങ്ങളുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് വലിയ തോതിലുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന കേന്ദ്രം. അപ്പുറത്ത് ആണ് BM വള്ളംകളി നല്ല രൂപത്തിലേക്ക് എല്ലാ വർഷവും നടത്തുന്നുണ്ട്. അവിടെ ടൂറിസ്റ്റുകൾ ആകർഷിക്കുന്ന കേന്ദ്രമാണ്.
പിന്നെ ഇവിടെ ചരിത്രം ഉറങ്ങുന്ന നഗരമാണ് പൊന്നാനി. ഞാൻ വിശദീകരിക്കുന്നില്ല, ഇപ്പോൾ പലതുമുണ്ട്. തുഞ്ചൻപറമ്പ് തൊട്ട് പൊന്നാനി വരെയുള്ള പ്രദേശത്തിൻ്റെ വളരെ രൂപത്തിലേക്ക് ടൂറിസം ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുള്ള പ്രദേശമാണ്. ടൂറിസം ഡെസ്റ്റിനേഷനായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊന്നാനി. 20 കേന്ദ്രങ്ങളിൽപ്പെട്ടൊരു കേന്ദ്രമാണ് കേരളത്തിലെ. അത് വളരെ മുൻപന്തിയിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഡെസ്റ്റിനേഷനിലേക്ക് മാറ്റാൻ പറ്റും പൊന്നാനി. അപ്പോൾ ടൂറിസ്റ്റുകളെ വരവ് മാത്രമല്ല, ഈ മേഖലയ്ക്കകത്തുള്ള പിന്നെ പല ടൂറിസം ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ തൊഴിലവസരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതൊരു ഭാവനാപൂർണ്ണമായ പദ്ധതിയാക്കണം എന്നുള്ള കാഴ്ചപ്പാട് എനിക്കുണ്ട് സംബന്ധിച്ചിടത്തോളം. ഇവിടെ പൊന്നാനിയിൽ വിദേശത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഗൾഫിലൊക്കെ പോയിട്ട് പണം സമ്പാദിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരിവിടെ മുതൽ മുടക്കാൻ തയ്യാറാണ്. അവരോടൊക്കെ സംസാരിച്ചു, പലരും ഞാൻ കണ്ടിരുന്നു, ഇൻട്രാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവരൊക്കെ തന്നെ നല്ല രൂപത്തിലേക്ക് അവർക്കും കൂടി താല്പര്യമുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ അവർക്ക് താല്പര്യം ഉണ്ടാവണം, അതിന് പ്രോഫിറ്റ് ഉണ്ടാവണം. അതിനിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഗവൺമെൻറ് ഒരു കാഴ്ചപ്പാടുണ്ട്. ഇതിനെ പ്രോത്സാഹിപ്പിക്കുക, തൊഴിലവസരം വർദ്ധിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഇടപെടുക, വ്യവസായികളെ സഹായിക്കുക, ആ രൂപത്തിലേക്കുള്ള ഒരു സംരംഭകരെ സഹായിക്കുന്ന നയമാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിനുള്ളത്. അപ്പോൾ അത്തരം സ്റ്റാർട്ടപ്പുകൾ ഇവിടെ പലതും ആരംഭിക്കാൻ കഴിയും. അതിൻ്റെ വിശദാംശം ഇപ്പോൾ ഞാൻ പറയുന്നില്ല, എൻ്റെ മുമ്പിൽ കുറേ ഭാവന ഉണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം. ഗെയിൽ പൈപ്പ് ലൈൻ നമ്മളെ ബോർഡർ കൂടിയാണ് പോകുന്നത്. അത് വന്നു കഴിഞ്ഞാൽ സിറ്റി ഗ്യാസ് സമ്പ്രദായം മാത്രമല്ല, ഇൻഡസ്ട്രീനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നതാണ് ഗെയിൽ പൈപ്പ് ലൈൻ വന്നു കഴിഞ്ഞാൽ. ഇത്തരം പദ്ധതികൾ ഒരു ഭാഗത്ത് നമുക്ക് നടത്താൻ കഴിയും. പിന്നെ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ അടുത്ത ഘട്ടം നമുക്കുണ്ട്. ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ പൊന്നാനി ആശുപത്രി എന്താ ഇന്നലെകൾ ഓർമ്മയില്ലാണ്ട് ഇന്നത്തെ പറ്റി വർത്തമാനം പറയുകയാണ്. അതാണുള്ളത്. മാധ്യമങ്ങൾ ആരും കൊടുക്കുന്നില്ല ഇന്നലെ ഞങ്ങളെ സംബന്ധിച്ച്, പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് കിട്ടാത്തതിനെ സംബന്ധിച്ച് അപ്പോൾ ഇന്നലെ മറന്നാൽ ഇന്ന് ജീവിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഇന്നലെ മറന്നുകൊണ്ടാണ് പലരും മുന്നോട്ട് പറയുന്നത്. എന്താണ് പൊന്നാനി ആശുപത്രി സ്ഥിതിപ്പെട്ടുണ്ടായിരുന്നത്? ഇപ്പോൾ എത്ര മെച്ചപ്പെട്ടു. പൊന്നാനി ആശുപത്രി എന്തായിരുന്നു? തൊഴുത്തുപോലെയല്ലായിരുന്നു പൊന്നാനി ആശുപത്രി. ഇന്ന് പിന്നെ മനോഹരമായ കെട്ടിടം മാത്രമല്ല, ഫെസിലിറ്റീസ്, ഡോക്ടർമാർ, സ്പെഷ്യലിസ്റ്റുകൾ ഒക്കെ ഉള്ള ഹോസ്പിറ്റലായി മാറിയില്ലേ. അപ്പുറത്ത് സ്ത്രീകളെയും കുട്ടികളെയും ആശുപത്രി വലിയ തോതിലേക്കല്ലേ. അതിൻ്റെയൊക്കെ അടുത്ത ഡെവലപ്മെൻറ്റ് വരണം. ഇനിയിപ്പോൾ അവിടെ കുട്ടികൾക്ക് പരിരക്ഷയ്ക്ക് IC യൂണിറ്റുകൾ വേണം. അതൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ആശുപത്രിൻ്റെ പരിഷ്കാരം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഘട്ടം കൊണ്ട് അവസാനിക്കും, തുടർച്ചയാണ്. അങ്ങനെ ആരോഗ്യ മേഖലയ്ക്കകത്ത് ഇപ്പോൾ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ ഇവിടെ മാറഞ്ചേരിയിലൊക്കെ എത്ര ഡെവലപ്മെൻറ്റ്സ് വന്നു. ഇതൊക്കെ ആൾക്കാർ നേരിട്ട് കാണുകയാണ്, അനുഭവിക്കുകയാണ് ആൾക്കാരുടെ സൗകര്യങ്ങളൊക്കെ. അതൊക്കെ കൂടുതൽ ഡെവലപ്പ് ചെയ്യണം. ആരോഗ്യ മേഖലയ്ക്കകത്തുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് കിഫ്ബി ഫണ്ട് കൊണ്ട് ഈ പലതും ഇവിടെ തുടങ്ങാൻ സാധ്യതയുണ്ട്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. കിഫ്ബി തന്നെ പൊളിക്കാൻ നടക്കില്ലേ. അപ്പോൾ അതിനെപ്പറ്റി ആർക്കും ആക്ഷേപമില്ല ഇല്ലേ. പൊന്മുട്ട ഇടുന്ന താറാവിനെ പബ്ലിക് സെക്ടറിനെ കൊല്ലുമ്പോൾ ഞങ്ങൾ പറഞ്ഞു പൊന്മുട്ട ഇടുന്ന താറാവിനെ കൊന്നു പറഞ്ഞു. ആ താറാവ് അങ്ങ് ചത്തുപോയി എന്ന് മാത്രമേ ഉള്ളൂ ചിലർ ഉദ്ദേശിക്കുന്നത്. ഇതതുപോലെയാണ്. കിഫ്ബി കേരളത്തിൻ്റെ വികസന കുതിപ്പിൽ പ്രധാനപ്പെട്ട ഒരു സംഭാവന നൽകിയ കിഫ്ബി. അതിപ്പോൾ ഇവരാരും വിചാരിച്ച് നടക്കാൻ കഴിയില്ല, അത് വേറെ പ്രശ്നം. പക്ഷേ ആ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിട്ടില്ല വിദ്യാഭ്യാസ രംഗത്തുള്ള ഇടപെടലുകൾ ഗവൺമെൻറ്റിൻ്റെ, സാധാരണക്കാരന് പഠിക്കാനുള്ള സ്കൂളുകളുടെ മാറ്റം, ഇതൊക്കെ എത്ര വന്നു. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് 4 ബെഞ്ചുള്ള 4 കാലുള്ള ഒറ്റ ബെഞ്ചുണ്ടായിരുന്നില്ല അന്നൊക്കെ ഇരിക്കുമ്പോൾ. 3-3.5 കാലേ ഉണ്ടാവുള്ളൂ ബെഞ്ചിനെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ഫാനുള്ള ക്ലാസ്സുകളാണ് ഇവിടെ ഉള്ളത്, SLC ക്ലാസ്സുകൾ. അപ്പോൾ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ നെക്സ്റ്റ് ഫേസിലേക്ക് കിടക്കണം നമുക്കുള്ളത്. നല്ല രൂപത്തിലേക്ക് ഹയർ എഡ്യൂക്കേഷൻ്റെ ഇത് കഴിഞ്ഞാൽ ഇവിടെ സാധാരണ സംബന്ധിച്ചിടത്തോളം പുതിയ എന്തൊക്കെ മേഖലയ്ക്കകത്ത് ഇടപെടാൻ കഴിയും വിദ്യാഭ്യാസം, അതൊക്കെ നമ്മൾ ഇടപെടും. അപ്പോൾ അങ്ങനെ സമസ്ത മേഖലയ്ക്കകത്തും ഒരു ഇടപെടലായിട്ടാണ് ഞാൻ വികസനത്തെ കാണുന്നത്. ഏതെങ്കിലും ഒറ്റ സമഗ്രമായ വികസനം, കോംപ്രഹെൻസീവായിട്ട് സമഗ്രമായിട്ടുള്ള വികസനമാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പിന്തുണ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പൊന്നാനിയിൽ പൊട്ടൻഷ്യലായിട്ട് അതിന് സാധ്യതകൾ പലതുണ്ട്, അത് ഉപയോഗപ്പെടുത്താൻ കഴിയും. കഴിഞ്ഞ 19 വർഷക്കാലത്ത് ഈ ട്രേഡ് യൂണിയൻ രംഗത്തും പിന്നെ വ്യവസായ മേഖലയൊക്കെ ഇടപെട്ടൊരു വ്യക്തി എന്ന നിലയ്ക്ക് അത്തരം ആൾക്കാരുടെ സേവനങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ ആ മേഖലയ്ക്കൊക്കെ പലപ്പോഴും ഇടപെട്ടുള്ള അനുഭവം എനിക്കുണ്ട്. ടെക്നോക്രാഫ്റ്റുകൾ,
മറ്റ് ഭാവന സമ്പൂർണ്ണമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിവുള്ളവർ, പിന്നെ പ്രൊഫഷണൽസ്, ഇവരൊക്കെയായിട്ടുള്ള എൻ്റെ കോൺടാക്റ്റ് എനിക്ക് ഇവിടേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും, മെച്ചപ്പെട്ട രൂപത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന വിശ്വാസം എനിക്കുണ്ട്. എന്തായാലും അപ്പോൾ ശുഭാപ്തി വിശ്വാസത്തിലാണ് നന്ദേട്ടൻ. എല്ലാവിധ ആശംസകളും പൂർണ്ണ ശുഭാപ്തി വിശ്വാസം. പൂർണ്ണ ശുഭാപ്തി വിശ്വാസത്തിലാണ് നന്ദേട്ടൻ. എല്ലാവിധ വിജയാശംസകളും നേരുന്നു.